അപ്പോൾ നമസ്കാരം സാർ. സാറിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ ഇവിടെ കാണാൻ വരുന്നത്. ഒരുവിധം കേരളത്തിൽ എല്ലാവർക്കും അറിയാമെന്നുള്ള ഇപ്പോൾ പാരാസൈക്കോളജിയെ പറ്റി കേരളവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു നെയിമാണ് സാറിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ വീഡിയോസൊക്കെ ഒരുവിധം സാറിന് അറിയാവുന്നവരൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞ സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഒന്നും ഞാനിങ്ങനെ ചോദിക്കുന്നില്ല. വീണ്ടും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഈ സാറ് സംസാരിക്കുന്ന വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ആത്മീയപരമായ കാര്യങ്ങളാണ് കൂടുതൽ പേർക്കും താല്പര്യമുള്ളത്. സാർ ധ്യാനത്തെ പറ്റി സംസാരിക്കുന്നതും അതുമായുള്ള കാര്യങ്ങളിൽ, അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി ചോദിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സാറിന് മുമ്പ് എന്നോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ സാറിൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സാർ എപ്പോഴും പറയും നമുക്ക് ധ്യാനം എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല, അതിനൊരു സ്റ്റെബിലിറ്റി വേണം, അതൊരു സാത്വികമായ ഒരു മനോഭാവം വേണമെന്ന് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സാത്വികമായൊരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊന്ന് പറയാം. അതിന് ക്രിയേറ്റ് ചെയ്യാനൊരു വഴിയുണ്ടോ? ഈ സാത്വികത എന്ന് പറയുന്നത് ഒരു മനോഭാവം മാത്രമല്ല, അത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ വ്യക്തിത്വം സാത്വികമായാലേ നമ്മുടെ മനോഭാവവും സാത്വികമാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മുടെ ഹെറിഡിറ്റിയാണ്, നമ്മുടെ ജീൻസ് ആണ് നമുക്ക് അടിസ്ഥാനപരമായ സ്റ്റാർട്ടിങ് പോയിൻ്റ് തരുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസസ് എല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, ചിന്തിക്കുന്ന ഓരോ തോട്ടും നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നു. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അങ്ങനെ നമ്മളുടെ മൊത്തം വ്യക്തിത്വം സാത്വികമാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ അവയർനെസ്സും കൺട്രോളും വരുന്നു. ആ ഒരു സ്റ്റേറ്റുള്ള ആൾക്ക് മാത്രമേ ശരിക്കുള്ള ധ്യാനം വരുള്ളൂ. ഈ സാത്വിക മനോഭാവം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് നമ്മുടെ ജീവിത രീതികൾ നമുക്ക് സ്വയം ഒരു മാറ്റം വരുത്തി കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. അതിനാണ് ഈ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ പ്രവൃത്തികളെല്ലാം സെൽഫ്ലെസ്, കഴിയുന്നതും സ്വാർത്ഥപരം അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സാത്വികത വരും. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയമുണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫിനോട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ ഉണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് ഭയം വരുന്നത്. നമ്മൾ മരിച്ചു പോകും, ഇല്ലാതാകും എന്നുള്ള ഭയം. ആ ഭയമാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചിന്തകളും വികാരങ്ങളും ഇങ്ങനെ അനിശ്ചിതം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതില്ലാതാകുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അടിസ്ഥാനപരമായ ഭയം കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ധ്യാനിക്കാൻ പറ്റുള്ളൂ. ഈ ഭയത്തിനെ പറ്റി സാറ് പറഞ്ഞിട്ടുണ്ട്, അതും എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. സാറ് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ അടിസ്ഥാനപരമായ ഭയം, ആദ്യം ഉണ്ടാകുന്ന ഭയം എന്നാണ് മരണഭയമാണെന്ന് പറഞ്ഞു കേട്ടു. ആദ്യം അവസാനം അത് തന്നെയാണ്. അപ്പോൾ ഈ മരണഭയം നമ്മുടെ എല്ലാ ഭയങ്ങളും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മരണഭയം എങ്ങനെയാണ് ഈ മറ്റു കുഞ്ഞു ഇപ്പോൾ ചെറിയ മൈനർ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ, ഒരു സോഷ്യൽ ആങ്സൈറ്റി, ഇതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും? ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനാണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ സപ്പോർട്ട് വേണം. നമുക്ക് എന്തെങ്കിലും അപകടം വന്നാൽ നമ്മളെ സഹായിക്കാൻ ആൾ വേണം. അതുകൊണ്ട് ഈ സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. നേരെ മറിച്ച് ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ കാരണം ഈ സോഷ്യൽ സപ്പോർട്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. അത് എവല്യൂഷനിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ ധ്യാനത്തിൻ്റെ എല്ലാവരും ധ്യാനം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു സാത്വികത ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാരണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ബോധോദയം ലഭിക്കുക എന്ന് പറയുന്നത് ഒന്നും വേണ്ട, ഒന്നും നേടണ്ട എന്നൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഈ ജിദ്ദു കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സെൻ ബുദ്ധിസത്തിലൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ബോധോദയം എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് സംഭവിക്കുന്നത് ഒരു നിമിഷത്തിലാണ്. അതിങ്ങനെ പ്രോഗ്രസീവായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ടൈമിലല്ല. അത് ഇപ്പോൾ ഈ നിമിഷം ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതങ്ങനെയല്ല, അത് പടിപ്പടിയായി മാത്രം സംഭവിക്കുന്ന ഒരു ഘട്ടമാണ്. ഇങ്ങനെ നമ്മൾ ഉയർന്ന് എത്തിപ്പെടുന്ന ഒരു നിലയാണെന്ന് പലരും പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം? ഇത് രണ്ടും ശരിയാണ്. കാരണം ഈ സഡൻ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുകയില്ല. ഈ നമ്മുടെ സാത്വികത വർദ്ധിച്ചിട്ട് അതൊരു മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ ആണ് സഡൻ എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ സാത്വികതയുടെ പാരമ്യതയിൽ എത്തിയ ഒരാൾക്ക് അപ്പോൾ തന്നെ അയാൾ ഒരു 90% എൻലൈറ്റ്മെൻറ്റിലാണ്. പിന്നെയുള്ള ഒരു 10% ഈ സഡൻ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതും കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഈ ഓരോ മതത്തിലും ഈ എൻലൈറ്റൻമെൻറ്റിനെ പറ്റി പല കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ജൈൻ കൺസെപ്റ്റാണ് ഏറ്റവും കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവർ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പൂർണ്ണ എൻലൈറ്റൻമെൻറ്റ് കിട്ടില്ലെന്നാണ്. അത് മരിച്ചതിന് ശേഷമേ, ശരീരം വെടിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണ എൻലൈറ്റൻമെൻറ്റ് കിട്ടുകയുള്ളൂ എന്നാണ്. പിന്നെ ഈ ഒരു പാർഷ്യൽ എൻലൈറ്റ്മെൻറ്റിനാണ് ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പലരും പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബോഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാലത്തോളം പൂർണ്ണമായി ശുദ്ധമായ ബോധമാവാൻ പറ്റില്ലെന്നാണ് ജെയിൻസ് പറയുന്നത്. അത് സാർ എഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറ് എന്നോട് ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സാറ് ജനിച്ചത് 41-ലാണ്. 42. അപ്പോൾ സാറിന് ഇപ്പോൾ 84 വയസ്സോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട്. സാറ് മുമ്പ് മാംസമൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ സാർ അത് കഴിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലും എനിക്ക് അതൊരു വലിയ നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ ഹോൾ ഫുഡ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഹോൾ ഫുഡ്സ് കഴിക്കുമ്പം രമണ മഹർഷിയും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നത് ഒരു സാത്വിക മനോഭാവം ക്രിയേറ്റ് ചെയ്യാൻ വളരെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. സാർ എന്ത് വിചാരം? ഞാൻ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നില്ല, പക്ഷേ ഇത് ഹെൽപ്ഫുള്ളാണെന്ന് മാത്രമേ ഉള്ളൂ. ഹെൽപ്ഫുള്ളാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതെ, പലരും ഇതിനൊരു അമിത പ്രാധാന്യം കൽപ്പിക്കുന്നു. ഈ ഏറ്റവും എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരുണ്ട്. സ്വാമി വിവേകാനന്ദ കഴിക്കുമായിരുന്നു. പിന്നെ ബംഗാളിലും കാശ്മീരിലുള്ള ബ്രാഹ്മിൻസ് കഴിക്കുന്നുണ്ട്, നോൺ വെജിറ്റേറിയൻ കഴിക്കും. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതുപോലെ നിഷിദ്ധമായിട്ട് പറയുന്ന വേറെ 3 കാര്യങ്ങളുണ്ട്. ഇപ്പം മദ്യപാനം, പുകവലി, ബ്രഹ്മചര്യം, അതായത് സെലിബറ്റ് ആയിട്ടിരിക്കുക നോക്കുന്നത്, ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക. ഈ 3 കാര്യങ്ങളും ഇതുപോലെ പ്രാധാന്യം എങ്ങനെയാണ് സാർ മനസ്സിലാക്കുന്നത്? ആദ്യം പറഞ്ഞത് എന്താണ്? മദ്യപാനം. മദ്യപാനം തീർച്ചയായിട്ടും കുഴപ്പം തന്നെയാണ്. അത് ശാരീരികമായിട്ടുള്ള മറ്റു കുഴപ്പം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനസികമായ. അത് മദ്യപാനം കൊണ്ട് ഈ നമ്മുടെ വ്യക്തിത്വം ഈ സാത്വികതയിലേക്ക് മാറാൻ തടസ്സം ഉണ്ടാക്കും. അത് എനിക്ക് പല ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി പല രീതിയിലും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രജുഡീസ് കൊണ്ട് പറയുന്നതല്ല. മനസ്സിലായി. ഞാൻ അപ്പോൾ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ സെലിബ്രേറ്റ് ആയിട്ടിരിക്കുക, അതായത് സന്യാസി ആയി കഴിഞ്ഞാൽ ബ്രഹ്മചര്യം. പിന്നെ പുകവലിയുടെ കാര്യം പറഞ്ഞല്ലോ. പുകവലി വാസ്തവത്തിൽ ഈ വലിയ സ്വാമിമാർ നമ്മളെ എൻലൈറ്റൻഡെന്ന് വിചാരിക്കുന്ന പലരും പുകവലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുകവലി ആത്മീയതയ്ക്ക് ഒരു വലിയ തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ശാരീരികമായിട്ട് തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. ഇപ്പം ക്യാൻസറും മറ്റ് പല രോഗങ്ങളും ഉണ്ടാകാനൊക്കെ പുകവലി കാരണമാണ്. പക്ഷേ അത് ആത്മീയതയ്ക്ക് തടസ്സമാകണമെന്നില്ല എന്നാണ്. പിന്നെ സെലിബസിയുടെ കാര്യം, ഈ നമുക്ക് ഈ സെക്സ് ഡ്രൈവ് ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായ ഭയത്തിൽ നിന്നാണ്. ഭയത്തിൽ നിന്ന് സെക്സ് ഡ്രൈവ് എങ്ങനെയാണ്? അതെ, അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ ചെടികളിരിക്കുന്നു, ഈ ചെടികളെല്ലാം പൂക്കുന്നത് എപ്പോഴാണ്? സ്പ്രിംഗ് ആകുമ്പോൾ. അല്ല, ചെടികൾ പൂക്കുന്നത് സ്പ്രിംഗ് ആകുമ്പോഴല്ല. നമ്മുടെ നാട്ടിലെ ചെടികളെല്ലാം പൂക്കുന്നത്
ഈ വേനൽ സമയത്താണ്. ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് ചക്കയുടെ മാങ്ങയുടെ. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രക്ഷൻ വരുന്നു എന്ന് തോന്നുമ്പോഴാണ് ആ ഒരു ടൈമിലാണ് അത് റീപ്രൊഡക്ഷൻ പോകുന്നത്. പിന്നെ ഈ പഴയ കാലത്ത് ഈ പ്ലാവും മറ്റും കായ്ക്കാതിരിക്കുമ്പോൾ ആനയെ വിളിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ പ്രധാന ഒരു കൊമ്പ് ഓടിപ്പിക്കും. ആ വർഷം അത് കായ്ച്ചിരുന്നു. മാവിന് മോതിരം ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. മാവിൻ്റെ ചുറ്റാക്കി ഇങ്ങനെ ഒരു വളയം പോലെ ചെത്തി വയ്ക്കും മാവ് കായ്ക്കാതിരിക്കുമ്പോൾ. പിന്നെ ഈ നമ്മൾ തെങ്ങിന് വളമിടുന്നതിന് മുമ്പ് തെങ്ങിൻ്റെ ചുറ്റും കിളയ്ക്കും. അപ്പോൾ അതിൻ്റെ നല്ല വേരുകളൊക്കെ നശിക്കും. അതുകൊണ്ടാണ് ഉടനെ കൂടുതൽ കായ്ക്കുന്നത്. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഈ തെങ്ങിൻ്റെ ചുറ്റും കിളച്ചതിൻ്റെ വേരുകളൊക്കെ കളയുമ്പോൾ പുതിയ വേര് വരും, അതുകൊണ്ടാണ് കൂടുതൽ കായ്ക്കുന്നത്. അങ്ങനെയല്ല, അതിന് മരണഭയം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് കൂടുതൽ കായ്ക്കുന്നത്. പിന്നെയും വേറെ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇതൊരു കറ്റാസ്ട്രോഫിക് റിയാക്ഷനാണ് സെക്സ് ഡ്രൈവ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ സെക്സ് ഡ്രൈവ് വളരെ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഭയം വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് ഈ സെക്സ് ഡ്രൈവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സെൽഫ് അവയർനെസ് കുറഞ്ഞു പോവുക. ഇപ്പം മദ്യപാനമൊക്കെ ധാരാളം കഴിക്കുന്നവർ അവരുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ കൂടുതൽ സെക്ഷൽ ആക്ടിവിറ്റി കാണിച്ചെന്ന് വരാം. പിന്നെ പല കാരണങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ അരക്ഷിത ബോധം തന്നെയാണ്. ഞാൻ വളരെ സ്പിരിച്വലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നൊരു ഗുരുവാണ് ഈ രമണ മഹർഷി. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നത് ഈ തിരുവണ്ണാമലയിൽ, അതായത് അരുണാചല ഹില്ലിനൊരു പ്രത്യേകത ഉണ്ടെന്നും അവിടെ ഇരുന്നാലും ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുന്നു, അതിൻ്റെ ഒരു 30 കിലോമീറ്ററിൽ ചുറ്റളവിൽ ജീവിക്കുന്നവർക്ക് മോക്ഷം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ മലകൾക്കും സാധ്യമായ ഒരു കാര്യമാണ്. അതോ അരുണാചലത്തിന് ഇപ്പം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എല്ലാ മലകൾക്കും ഒരു സ്പിരിച്വൽ ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഓരോ സ്ഥലത്തിനും അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി അനുസരിച്ച് ഒരു വൈബ്രേഷൻ ഉണ്ടാകാം. ഒരുപക്ഷെ അരുണാചല ഹില്ലിന് അത് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ കൂടുതലുണ്ടായിരിക്കും. സാധ്യമാണ് തീർച്ചയായിട്ടും. അത് രമണ മഹർഷിയായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ചോദിക്കാം. ഈ രമണ മഹർഷി ഇങ്ങനെ ഒരു തിയോളജിക്കലായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ ഒരു സ്പിരിച്വൽ ഹാർട്ട് മനുഷ്യനുണ്ട്, അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, അത് ഏകദേശം നെഞ്ചിൻ്റെ വലതു ഭാഗത്തായിട്ട് ശരീരത്തിനകത്തോ പുറത്തോ അല്ലാതെയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നിന്നാണ് ആദ്യം ഞാനെന്ന് പറയുന്ന ഭാവം ഉത്ഭവിച്ച് തലച്ചോറിലേക്ക് വരുന്നതെന്നും പിന്നെ ഈ കാണുന്ന എല്ലാം മാനിഫെസ്റ്റ് ആവുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചിന്തയുടെ ഒരു സെൽഫ് ഇമേജ് മാത്രമാണ് ഈ നമ്മുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്നും നമ്മൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ചിന്ത തന്നെ രണ്ടായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആയി തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ സെൽഫ് ഇമേജ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതെന്നാണ് സാറ് വിചാരിക്കുന്നത്? ഈ സെൽഫ് ഇമേജ് എവിടെ നിന്നെങ്കിലും ഉത്ഭവിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ കോറാണ്. അതിനെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഫിക്സ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മരങ്ങൾക്കൊക്കെ കോൺഷ്യസ്നെസ് ഉണ്ട്. അത് ബോസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിന് എവിടെ നിന്നാണ് സെൽഫ് ഇത് വരുന്നത്? അപ്പോൾ സെൽഫിനെ അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്വപ്നങ്ങളെ പറ്റി ഇപ്പം ചിലർക്ക് സ്വപ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പ്രീകോഗ്നീവായിട്ടുള്ള പല കാര്യങ്ങളും കാണാറുണ്ട് ചില ആളുകൾ. ചിലർക്ക് അതുമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്യാറില്ല. മിക്കവാറും എല്ലാ മനുഷ്യരുടെ സ്വപ്നം കാണുമെന്നാണ് പറയുന്നതെങ്കിലും ചില ആളുകൾ അവകാശപ്പെടാറുണ്ട് അവർ സ്വപ്നമേ കാണാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് തികച്ചും ഒരു യാദർച്ഛികതയാണോ, അല്ലെങ്കിൽ ഈ സ്വപ്നങ്ങൾ എപ്പോഴും അത് രണ്ട് രീതിയിൽ സംഭവിക്കാം? അത് യാദർച്ഛികതയായിട്ട് സംഭവിക്കാമോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വെറും ഒരു പ്രൊജക്ഷൻ മാത്രമാണോ സ്വപ്നങ്ങൾ? ഈ സ്വപ്നങ്ങളെ പറ്റി വളരെയധികം റിസർച്ച് നടന്നിട്ടുണ്ട് സൈക്കോളജിയിൽ. ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡ്രീം ലാബ് തന്നെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ട്. അവരുടെ പരീക്ഷണങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, അത് പ്രൂവ്ഡാണ്.
പക്ഷേ ചുരുക്കം ചിലർ അത് ഓർക്കുന്നില്ല. ഉണരുമ്പോൾ മറന്നു പോകും എന്നുള്ളതേ ഉള്ളൂ. അത് സാധാരണ അത് ലാബിൽ മോണിറ്റർ ചെയ്യുന്നത് ഒരു ഇലക്ട്രോഡ്സ് കണ്ണിൻ്റെ പോളയുടെ അവിടെ ഫിക്സ് ചെയ്യും ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ. എന്നിട്ട് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് വരുമ്പോൾ അത് നമുക്ക് കൺട്രോൾ റൂമിലിരുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അയാളെ ഉണർത്തിയാൽ അയാൾ പറയും ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ അവരത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് കാമഫ്ലാഷ്ഡാണ്. ഉദാഹരണമായിട്ട് ഈ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നതായിട്ട് ഉള്ള പ്രീകോഗ്നിറ്റീവ് ഡ്രീം. പക്ഷേ ആക്ച്വലായിട്ട് ഡ്രീമിൽ കാണുന്നത് അയാളെ റിസംബിൾ ചെയ്യുന്ന, ഇയാളെ പോലെ ഇരിക്കുന്ന വേറൊരാൾക്ക് ഉണ്ടാകുന്നതായിട്ടായിരിക്കും കാണുക. അതിപ്പോൾ ഈ ഒരു ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാൾ വിചാരിക്കും ഇത് തമ്മിലൊരു ബന്ധമില്ലല്ലോ, ഇതെങ്ങനെ പ്രീകോഗ്നിറ്റീവ് ആകും. അപ്പം ഇത് ഈ ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റ് തന്നെ വളരെ മാറിയാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അത് നമ്മളിപ്പോൾ ഞാനിതിൽ റിസർച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി. എനിക്ക് തന്നെ ഉണ്ടാകുന്ന പല പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് പ്രീകോഗ്നിറ്റീവ് ആണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോഴാണ്. ഈ നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരു ചെറിയ അളവിൽ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു സാത്വികമായ ഒരു സ്റ്റേറ്റിലേക്ക് അയാൾ ഉയരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കിക് എബിലിറ്റികൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒന്നാമതായിട്ട് ഈ സൈക്കിക് എന്ന് പറയുന്ന ആൾ സ്പിരിച്വൽ ആകണോ എന്നൊരു നിർബന്ധമില്ല. പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ സൈക്കിക് ആകാം. ഈ എക്സ്ട്രീംലി നെഗറ്റീവായിട്ടുള്ളവർക്ക് ഒരു സൈക്കിക് എബിലിറ്റി വന്നെന്ന് വരാം. ഇങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് സൈക്കിക് എബിലിറ്റി വന്നെന്ന് വരാം. പിന്നെ തലയ്ക്ക് അടികൊണ്ട് സൈക്കിക് എബിലിറ്റി വന്നവരുണ്ട്. ഈ പീറ്റർ ഹൂർക്കോസാണ് ക്ലാസിക്കൽ എക്സാമ്പിൾ. അയാൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളായിരുന്നു. അയാളുടെ തലയിൽ എന്തോ വെയിറ്റ് വീണ് ആശുപത്രി കിടന്നപ്പോഴാണ് അയാൾ സൈക്കിക്കായത്. പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ഫെയിലായവർ സൈക്കിക്കായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇതൊന്നും സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധം വേണമെന്നേ ഇല്ല. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞല്ലോ ഈ ബ്രെയിനിൽ ഇങ്ങനെ ഡാമേജ് സംഭവിച്ച് വന്നത്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ തിയറൈസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ബ്രെയിൻ ഒരു ആൻറ്റിന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ചിന്തകളെല്ലാം ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഉണ്ട്. ബ്രെയിനിൻ്റെ ഒരു നിലനിൽപ്പ് അനുസരിച്ച്, അതായത് ബ്രെയിനിൻ്റെ ഒരു സ്റ്റേറ്റ് അനുസരിച്ച് അത് ഓരോ തോട്ട്സിനെയും കാഴ്ചപ്പാടിനെ അബ്സോർവ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്ന് പറയും. ഇപ്പോൾ ഈ ഒരു തലയ്ക്ക് അടി കിട്ടുമ്പോൾ അയാളുടെ ഒരു എബിലിറ്റിയിൽ അയാളുടെ തോട്ട് പ്രോസസ്സിന് മാറ്റം വരുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടാണെന്ന് സാറിന് തോന്നുന്നുണ്ട്. ഈ ഒരാളുടെ ചിന്തകളും മറ്റും വെളിയിൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചിന്തകൾ ഒരു നോൺ മെറ്റീരിയൽ വേൾഡിലാണ് സംഭവിക്കുന്നത്. അത് സ്പേഷ്യലി ലൊക്കേറ്റഡ് അല്ല. അത് വെളിയിലകത്തെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ഈ ബ്രെയിൻ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഇതിന് എക്സ്പ്രഷൻ കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വെളിയിൽ എവിടുന്നോ ആണ് ചിന്തകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളിയിലുള്ള ഇൻഫ്ലുവൻസസ് നമ്മുടെ ചിന്തകളെ ബാധിച്ചെന്ന് വരാം. പക്ഷേ ചിന്തകൾ അങ്ങനെ തന്നെ വെളിയിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊതുവേ ഒരു ധാരണയുണ്ട്, ഇപ്പം ചില ആളുകൾ ജന്മന അല്ലെങ്കിൽ പിന്നീട് ഇപ്പം ചില മെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ജനിക്കുന്നു, അല്ലെങ്കിൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി നമ്മളെ നോർമൽ എന്ന് നമ്മൾ കണക്കാക്കാത്ത ഒരു മനോനിലയിൽ ജനിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് ഈ ജന്മത്തിൽ മോക്ഷമില്ല, അവർ ഈ ജന്മം ജീവിച്ച് തന്നെ മരിക്കണം, അവർക്ക് മോക്ഷത്തിനൊരു പോസിബിലിറ്റി ഇല്ല എന്നൊരു വാദമാണ്. സാർ എന്താണ് വിചാരിക്കുന്നത്? ഈ മോക്ഷം എന്ന് പറയുന്ന ഒരു വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റാണ്.
ഇത് യഥാർത്ഥത്തിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. നമുക്കൊന്നും വേണ്ട എന്നുള്ളതാണ് മോക്ഷം. അതായത് നമ്മുടെ അടിസ്ഥാനപരമായ ഭയം ഇല്ലാതാകുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരിടത്തും എത്തേണ്ട ആവശ്യമില്ല. അതാണ് മോക്ഷം. അപ്പോൾ ഈ ഒരാൾ എന്തെങ്കിലും ഡിഫക്റ്റായിട്ട് ജനിക്കുന്നുവെങ്കിൽ അയാളുടെ ഒരുപക്ഷെ അരക്ഷിത ബോധം കൂടുതലായിരിക്കാം, ഭയം കൂടുതലായിരിക്കാം. പക്ഷേ അയാൾ ഈ ഭയത്തെപ്പറ്റി നല്ല രീതിയിൽ അവെയറാകുകയാണ് എങ്കിൽ ആ ഭയം ഇല്ലാതാകും. അയാൾക്ക് തീർച്ചയായിട്ടും ഈ ഭയത്തെ ട്രാൻസെൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്നും വരും. പക്ഷേ അത് ഒരുപക്ഷെ കൂടുതൽ പ്രയാസമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഭയത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ. ഈ എല്ലാം പ്രീഡിറ്റർമിൻഡ് ആണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്, സാറും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രീഡിറ്റർമിൻഡ് ആയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ തിങ്കിങ് പ്രോസസ്സിന് ഒരു എനർജി ഉണ്ടെന്നും നമുക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് സംഭവിക്കുമ്പോൾ അത് ഈ ഓൾറെഡി പ്രീഡിറ്റർമിൻഡ് ആവേണ്ട ആ യാദർച്ഛികതയിൽ സംഭവിക്കുന്നതാണോ, അതോ നമുക്ക് സെൽഫിന് നമ്മൾ മൈൻഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു എനർജിക്ക് ഒരു എഫക്റ്റ് എന്തെങ്കിലും ഒരു ആൾട്ടറിങ് സംഭവിപ്പിക്കാൻ സാധിക്കും? അതായത് നമ്മളും ഈ യൂണിവേഴ്സിൻ്റെ കോറും സെപ്പറേറ്റ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ വില്ലെന്ന് പറയുന്നതും ഈ പ്രീഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ഈവൻസിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം നമ്മളൊന്ന് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനെതിരല്ല. ഇപ്പോൾ താങ്കൾക്ക് ഈ ചോദ്യം ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്, താങ്കൾക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കുന്നു എന്നാണ്. പക്ഷേ താങ്കൾ ഈ ചോദ്യം ചോദിക്കുമെന്നുള്ളത് പ്രീഡിറ്റർമിൻഡാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ പൊതുവേ എനിക്കൊന്ന് ഹിന്ദുയിസത്തിൽ അല്ലെങ്കിൽ ഈ രമണ മഹർഷി പോലുള്ള സ്വാമിമാരൊക്കെ അദ്വൈതത്തിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ പ്രീഡിറ്റർമിനേഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ലേ? അപ്പോൾ നമ്മൾ ഈ ജന്മത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ആക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റിൽ നമ്മൾ വീണ്ടും വേറൊരു ജന്മം ജനിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോചനം സംഭവിക്കുക, അതോ ഈ മുജന്മത്തിൻ്റെ ഫലമല്ലേ ഇത് സംഭവിക്കാൻ കാരണം? ഈ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ചില ഓവർ സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ മതങ്ങളും ഇറക്കും. അതുപോലെ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഓവർ സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷനാണ് ഈ പുനർജന്മം എന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ അമീബ തൊട്ട് ഇങ്ങനെ എവല്യൂഷനിൽ കൂടെ വന്ന് ഇപ്പം മനുഷ്യജന്മം, ഈ ജന്മം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇനി പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും, അവസാനം നമുക്ക് മോക്ഷം കിട്ടും. ഇതൊരു ഓവർ സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷനാണ്. ഈ ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്ക് അങ്ങനെ ഒരു ടോട്ടലി സെപ്പറേറ്റ് സോളില്ല എന്നുള്ളതാണ്. നമ്മളൊരു പോയിൻ്റ് ഓഫ് എക്സ്പ്രഷനാണ്. അപ്പോൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ മുജ്ജന്മ ഓർമ്മയുള്ളൂ. ഇങ്ങനെയുള്ളവരെ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ പേഴ്സണാലിറ്റി അതുപോലെ വേറൊരു ആളിൽ കൂടെ വീണ്ടും എക്സ്പ്രസ്ഡ് ആകുമ്പോൾ മാത്രമേ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു എന്ന് പറയാനായിട്ട് വകുപ്പുള്ളൂ. വാസ്തവത്തിൽ നമ്മളുടെ ജനിക്കുമ്പോഴുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസിൽ കൂടെ വരുന്നതാണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും വ്യക്തിത്വം, പിന്നെ നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് നമ്മളുടെ ആ സെൽഫ് ഫീലിംഗ് എവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചാൽ നമ്മളുടെ വൈബ്രേഷൻസ് പലരിൽ കൂടെ ആയിരിക്കാം എക്സ്പ്രസ്ഡ് ആകുന്നത്. ഒരാളിൽ കൂടെ തന്നെ എക്സ്പ്രസ്ഡ് ആകുന്ന കേസ് വളരെ വിരളമാണ്. അപ്പോൾ ഈ പുനർജന്മം എന്നുള്ളത് തെറ്റല്ല.
പക്ഷേ അതൊരു ഓവർ സിംപ്ലിഫൈഡ് കാഴ്ചപ്പാടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യമുള്ളത്, ഈ 7 ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം ഉണ്ടാകുന്നതെന്നും മോക്ഷം നേടാൻ നമ്മളെ സഹായിക്കുന്ന ജന്മമാണ് മനുഷ്യജന്മം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് അങ്ങനെ അവർക്ക് മോക്ഷം കിട്ടിയതായിട്ട് കഥകളും പുരാണങ്ങളൊക്കെ പറയുന്നു. അപ്പം ശരിക്കും മനുഷ്യർക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണോ ഇത്? അതോ എല്ലാ ജീവജാലങ്ങൾക്കും, ഏതൊരു ജീവനില്ലാത്ത വസ്തുവിന് പോലും മോക്ഷമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ടോ? ഇപ്പോൾ നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മരച്ചീനി നമ്മൾ കൃഷി ചെയ്യും. ഒരു മരച്ചീനി കമ്പ് എടുത്ത് കുറേ ചെറിയ കഷ്ണങ്ങളാക്കി നടുമ്പോൾ അത് ഓരോന്നും ഓരോ മരച്ചീനി ചെടിയായിട്ട് വളരും. അപ്പോൾ മരച്ചീനിയുടെ സോളിന് എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്? അപ്പോൾ മരച്ചീനി ചെടി പോലെയാണ് വാസ്തവത്തിൽ മനുഷ്യനും. ഇപ്പോൾ ക്ലോണിംഗ് ഉണ്ട്, അത് മൃഗങ്ങളിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞു. രഹസ്യമായിട്ട് 100-ൽ പരം ഹ്യൂമൻ ക്ലോണിങ്ങും നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. മിക്ക രാജ്യങ്ങളിലും അത് വിലക്കിയിട്ടുണ്ട്, ഹ്യൂമൻ ക്ലോണിങ്. അപ്പോൾ നമ്മളെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മോക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഗതിയല്ല. നമ്മളുടെ ആ സെൽഫിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാകുമ്പോൾ നമ്മൾ അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ഒബിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബോധം മാത്രമാണ് ഉള്ളത്. ഈ മനുഷ്യനായാലും ഈ ചെടികളായാലും മൃഗങ്ങളായാലും അതിൻ്റെ ചെറിയ എക്സ്പ്രഷൻസ് മാത്രമാണ്. അതെ, കറക്റ്റ്. അതാണ് എൻ്റെ ശരി. ഇനി ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറിയ ഒരു വിഷയം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം എൻ്റെ കൂടെ ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇദ്ദേഹം മുമ്പ് കവടിയാറിൽ താമസിക്കുന്ന സമയത്ത് ആ വീടിനുള്ളിൽ ചില ഡിസ്റ്റർബൻസുകളൊക്കെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതായത് ചില സാധനങ്ങൾ വെച്ചിടത്ത് മാറിയിരിക്കുക, ഇപ്പോൾ റൂം ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുക, ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള ലാപ്ടോപ്പ് ഒരാൾ കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റൂം ലോക്ക് ആണെങ്കിൽ പോലും ലാപ്ടോപ്പ് ഓൺ ആവുക, അപ്പം അങ്ങനെ ചില സംഭവങ്ങൾ. അതിനുശേഷം അതിനുമുമ്പ് ഇദ്ദേഹത്തിന് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം വേറെ 2-3 വീടുകളിലായിട്ട് മാറി മാറി താമസിച്ചിട്ടുണ്ട്. ഇവിടെ പല വീടുകളിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഇദ്ദേഹം ലാസ്റ്റായിട്ട് ഇപ്പോൾ താമസിക്കാൻ പറഞ്ഞല്ലോ സ്ഥലം എവിടെയാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ താമസിച്ചു തുടങ്ങി ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. കുറേ കാലമായി അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 1-1.5 മാസമായിട്ട് അവിടെയും ഇതുപോലെ എന്തൊക്കെയോ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അത് എപ്പോഴും ഇദ്ദേഹമാണ് അത് അറിയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം ഉള്ള സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റെയർലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിതിൽ യാതൊരു എക്സ്പീരിയൻസ് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇദ്ദേഹമായിട്ട് നിന്നിട്ട്, പക്ഷേ ഇങ്ങനെ സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കിക്കൽ മൂവ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കുന്നതാവും? ഈ ചില സ്ഥലങ്ങൾക്ക് ഒരു സൈക്കിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാം, ചില വ്യക്തികൾക്കും ഒരു സൈക്കിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കവടിയാർ എന്ന് പറയുന്ന ഏരിയ, ഞാനും അവിടെ വളരെ കാലം താമസിച്ചതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു ചെറിയ സൈക്കിക്ക് ഫീൽഡ് ഉണ്ടായിരിക്കും. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു സൈക്കിക്ക് നേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പോകുന്നിടത്തെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ച കാര്യമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളുണ്ടാകുന്ന സൈക്കിക് അനുഭവങ്ങൾ, സൈക്കിക്കൽ പ്രൊജക്ഷനുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുജ്ജന്മങ്ങൾ, ഈ ജന്മം, ഇതെല്ലാം മായയാണെന്നൊരു വിശ്വാസമാണ്. ബോധമേ ഉള്ളൂ, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്ത് പോകുന്ന ഇലൂഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇത് പ്രൊജക്ഷൻ ആയാലും ഒരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആയാലും ഈ മുൻജന്മമായാലും ഇനി വരാനിരിക്കുന്ന ജന്മമായാലും, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പം നമ്മൾ എല്ലാവരും പല അനുഭവങ്ങളിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ബോധത്തോടുകൂടെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അതെല്ലാം അങ്ങ് മറക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മണിക്കൂർ മുമ്പ് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ എല്ലാം വളരെ റിയലായിട്ട് തോന്നും. അപ്പോൾ ഇത് സ്വപ്നമാണെന്ന് സാധാരണഗതിയിൽ നമുക്കൊരിക്കലും തോന്നാറില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലിരിക്കുകയാണ്, വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതെല്ലാം വാസ്തവമാണ്, ഇതിനപ്പുറത്ത് വേറെ റിയാലിറ്റി ഇല്ല എന്ന് തോന്നും. അപ്പോൾ ഇത് മായ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതെന്നുള്ളതല്ല അർത്ഥം. അത് ഒരു
നമ്മൾ ഒരു പാർഷ്യലി അവേക്കാണ്. നമ്മൾ ഫുള്ളി അവേക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള റിയാലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലെസ് റിയലാണ് എന്ന് വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സ്വപ്നം കാണുന്നത് വാസ്തവത്തിൽ ആ സ്വപ്നം എന്ന് പറയുന്നത് ഇല്ലാത്തതല്ല, അതൊരു റിയാലിറ്റി തന്നെയാണ്. അത് ഫിലോസഫിയിലെ ഫിനോമിനോളജിക്കൽ റിയാലിറ്റി എന്ന് പറയും. അതുപോലെ ഒരു റിയാലിറ്റിയാണ് നമ്മുടെ വേക്കിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ ഈ വേക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലെസ് റിയലായിട്ട് നമുക്ക് തോന്നും എന്നേ അതിനർത്ഥമുള്ളൂ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനൊരു ഭയം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ചില മൂമെൻറ്റ്സ്, ചില സൈക്കിക്കൽ ഈ കാണുന്നുണ്ടോ, ചില നിഴലുകൾ കാണുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇത് എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുമോ എന്നൊരു പേടി അത് എല്ലാവർക്കും അത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ? നമ്മൾ ഭയപ്പെട്ടാൽ സംഭവിക്കാം. അത് സൈക്കോളജിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും, അതോ ശരിക്കും ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ? അത് ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യും. കാരണം ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ലാപ്ടോപ്പ് തന്നെ ഓണാകുന്നു, സാധനങ്ങൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടാകാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളും ഈ സൈക്കിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ എത്രയോ സ്ഥലത്ത് പോയി അഡ്വൈസസ് കൊടുത്തിട്ടുണ്ട്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്ന ആളുകൾ, അത് കുറച്ച് ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ എക്സ്പീരിയൻസസ് ഉണ്ടാകാറില്ല, ഉണ്ടായാലും തന്നെ അവർ പേടിക്കാറില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മളുടെ ഭയം തന്നെയാണ് ഇത് ട്രിഗർ ചെയ്യുന്നത്. ആ ഭയം കൂടിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കും.